തുടങ്ങാം. അപ്പം നമ്മളിന്ന് പറയണേ ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാമെന്നുള്ള കാര്യമാണ് ആഗോള പ്രശ്നങ്ങൾ ആണല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ട് ഓസോൺ സുഷിരവും പിന്നെന്തുവാണ് ആഗോള താപനവും വായുമലിനീകരണവും മണ്ണ് മലിനീകരണവും. അതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നോക്കാം. ഓസോൺ സുഷിരം അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കും. അപ്പോൾ ഏത് മുതൽ ഏതുവരെ? 20 മുതൽ 50 കിലോമീറ്റർ ഉയരത്തിൽ എന്ത് ചെയ്യും? സൂര്യരശ്മികൾ അൾട്രാവയലറ്റ് കിരണങ്ങളെ വിഘടിപ്പിക്കും. അവിടെ വെച്ചിട്ട് ഇതുമൂലം അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു. എന്തോന്നുണ്ടാവും? ഓക്സിജനെ വിഘടിപ്പിക്കും, അറ്റോമിക് ഓക്സിജൻ ഉണ്ടാവും. ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് എന്തോന്ന്? ഓസോണീകരണം അല്ലെങ്കിൽ ഓസണൈസേഷൻ. അതായത് ഓസോൺ രൂപപ്പെടുന്ന പ്രക്രിയ. എന്ത് ചെയ്യും? ഇങ്ങനെ അൾട്രാവയലറ്റ് രശ്മി വന്ന് ഓക്സിജനെ വിഘടിക്കും. അത് O2 ആയിട്ടിരിക്കുന്ന ഓക്സിജൻ്റെ കൂടെ ചേർന്ന് എന്താവും? O3 ആയിട്ട് മാറും. അതാണ് ഓസോണീകരണം. അടുത്ത, അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാണ് എന്തോന്ന് പറയുന്നത്? പാളിയായിട്ട് നിൽക്കുന്നതാണ് ഓസോൺ പാളി. ഓസോണിനെ പാളിയായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് ഓസോൺ പാളി. ഇനി സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികൾ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പാളിയാണ് ആര്? ഓസോൺ പാളി. അപ്പം ഈ ആവശ്യമില്ലാതെ വരുന്ന എന്ത് ചെയ്യും? അൾട്രാവയലറ്റ് രശ്മികളെയൊക്കെ പിടിച്ചെടുക്കും. പിന്നെ അങ്ങനെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യും. അതാണ് ആര്? ഓസോൺ പാളി. പിന്നെ ഈ ഓസോൺ പാളി നശിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഏതൊക്കെയാണ്? റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, വിവിധ തരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയവ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, പിന്നെ എന്തുവാണ്? ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ഇത്തരം വാതകങ്ങൾ ദീർഘകാലം എന്ത് ചെയ്യണം? അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കും. അതിനൊന്നും ഒരു ചേഞ്ച് സംഭവിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും. ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകം അപ്പോൾ ഇവിടെ കുറേ സമയം നിൽക്കും, പിന്നെ എന്ത് ചെയ്യും? ഉയർന്നു പോകും. അങ്ങനെ ഇത് ഉയർന്ന വിതാനങ്ങളിൽ എത്തുമ്പോഴത്തേക്കും ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. അപ്പോൾ അൾട്രാവയലറ്റ് രശ്മി കുറച്ചൊക്കെ വരുമല്ലോ. അപ്പോൾ ഇത് മുകളിലെത്തുമ്പോഴത്തേക്കും അതിൽ തട്ടി ഇത് വിഘടിക്കും. ഇത് കോമ്പൗണ്ട് ഇങ്ങനെ മുഴുവനായിട്ട് നിൽക്കാതെ എന്ത് ചെയ്യും? വിഘടിച്ച് എന്തൊക്കെ ഉണ്ടാവും? ബ്രോമിനൊക്കെ ഉണ്ടാവും. ഇനി ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളത്. അപ്പോൾ നേരത്തെ വന്ന് എന്ത് ചെയ്യും? ഓസോൺ പാളി രൂപപ്പെട്ട് ഓസോൺ ഉണ്ടായി അവിടെ നിൽക്കുകയാണ്. അതിലെന്ത് ചെയ്യും? ഈ ഓരോ ക്ലോറിൻ ചെന്ന് എത്ര ഓസോണിനെ നശിപ്പിക്കും? 100,000-ഓളം ഓസോണിനെ എന്ത് ചെയ്യും? വിഘടിപ്പിച്ചതായി കാണപ്പെടും. ഈ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിന് ക്ലോറിൻ്റെ 40 മടങ്ങ് ശേഷിയുണ്ട്. ക്ലോറിൻ 100,000-നെ വിഘടിപ്പിക്കുമെങ്കിൽ അതിൻ്റെ 40 ഇരട്ടി ആര് വിഘടിപ്പിക്കും? ബ്രോമിൻ വിഘടിപ്പിക്കും. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണമാണ് എന്തോന്ന്? ഓസോൺ സുഷിരം. ഓസോൺ സുഷിരം, അതായത് ഓസോൺ ഹോള് സൃഷ്ടിക്കപ്പെടും. ആ ഭാഗത്ത് ഓസോൺ മൊത്തം എന്ത് ചെയ്യും? പോകും. ഇനി ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ വാതകം കണ്ടെത്തിയ വ്യക്തി ഷോൺ ബെയ്ൻ ആണ് എന്ത് കണ്ടെത്തിയത്? ഓസോൺ വാതകം കണ്ടെത്തിയത്. ഷോൺ ബെയ്ൻ. ഇനി ഓസോൺ പാളി കണ്ടെത്തിയ ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണും. ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. അപ്പം ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺ ബെയ്ൻ, അടുത്ത ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂയിസൺ. അടുത്ത, ഓസോൺ പാളി അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് ഏത് ഉയരത്തിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 20 മുതൽ 50 കിലോമീറ്റർ വരെ. ഇനി സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്നു. അതാണ് എന്താണ് ഓസോൺ പാളിയുടെ മെയിൻ ജോലി. പിന്നെ ഇളനീല നിറമാണ് ആർക്കുള്ളത്? ഓസോൺ പാളിക്ക് ഉള്ളത് ഇളനീല നിറമാണ്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റോ?
ഡോപ്സൺ യൂണിറ്റിലാണ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത്. എന്ത് യൂണിറ്റ്? ഡോപ്സൺ യൂണിറ്റ്. ഇനി ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഹാലോൺ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ തുടങ്ങിയ ഓസോൺ പാളിക്ക് ശോഷണം ഉണ്ടാക്കുന്നു. ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലോൺ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ, ഇവരൊക്കെയാണ്. കാർബൺ ഫ്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലോൺ, ഇവരാണ് എന്തുണ്ടാക്കുന്നത്? ഓസോൺ ശോഷണം ഉണ്ടാക്കുന്നത്. ഇനി മോൺട്രിയൽ പ്രോട്ടോകോൾ, ഇതൊക്കെ എന്തിനു വന്നതാണ്? ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന ഒന്നാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് എന്തോന്ന്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇനി ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് എന്തോന്ന്? മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പൊ എന്നാണ്? വിയന്നയിൽ 1987 ഈ ആരെ സംരക്ഷിക്കാൻ? ഓസോൺ പാളിയെ സംരക്ഷിക്കാൻ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായി കൊണ്ടുവന്ന ഉടമ്പടിയാണ് എന്തോന്ന്? മോൺട്രിയൽ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടി തന്നെയല്ലോ. മോൺട്രിയൽ ഉടമ്പടി നടപ്പാക്കുന്നതിലൂടെ ഓസോൺ പാളിയുടെ ശോഷണം കുറയ്ക്കുന്നതായി തെളിഞ്ഞത് എവിടെയാണ്? എവിടെ തെളിഞ്ഞു? അത് കുറഞ്ഞു വന്നതായിട്ട് അന്റാർട്ടിക്കിന് മുകളിൽ വീണ്ടും ഓസോൺ പാളി രൂപപ്പെട്ടതായിട്ട് കണ്ടു. അതാണ് എന്താന്ന് മനസ്സിലായത്? ഈ പ്രോട്ടോകോൾ പ്രകാരം കുറച്ചതിന് ഉള്ള എഫക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. അന്റാർട്ടിക്കിന് മുകളിൽ. ഇനി മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചതെന്നാണ്? 1987 സെപ്റ്റംബർ 16. അതാണ് സെപ്റ്റംബർ 16 എന്തായിട്ട് ഓസോൺ ദിനം. മോൺട്രിയൽ ഉടമ്പടി നിലവിൽ വന്ന വർഷം 87 ഒപ്പുവെച്ചെങ്കിലും 1989 ജനുവരി 1 നിലവിൽ വന്നത്. ഇനി 1989 ജനുവരി 1, ഒപ്പുവെച്ചത് 87 സെപ്റ്റംബർ 16. ഇനി മോൺട്രിയൽ സമ്മേളനം നടന്ന നഗരം വിയന്നയാണ്. വിയറ്റ്നാം അല്ല, വിയന്ന. ഓക്കെ, അടുത്ത്. അപ്പോൾ എന്ത് കഴിഞ്ഞു? ഓസോൺ സുഷിരത്തിനെ കുറിച്ച് കഴിഞ്ഞു. അടുത്തതിന് ആഗോളതാപനം. ഇതിൻ്റെയൊക്കെ ഒരു ഇത് തന്നെയാണ് ആഗോളതാപനത്തിലും ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തെ ഭൗമപ്രതലം തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പ്രസരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ വരുന്ന റേഡിയേഷൻസ് എല്ലാം തിരിച്ചെന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകും. ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാവുന്ന വാതകങ്ങൾ എന്തോന്ന് പറയും? ഹരിതഗൃഹ വാതകങ്ങൾ. ഇതിൽ കുറച്ച് താപോർജം ബഹിരാകാശത്തേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്നു. ബാക്കി ഭാഗം ഹരിതഗൃഹ വാതകങ്ങളായി ആഗിരണം ചെയ്യപ്പെടുന്നു. ഇത് വീണ്ടും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വികിരണം വഴി എത്തുന്നു. അതായത് ഭൂമിയിൽ വന്നു, റേഡിയേഷൻസ് വന്നു സൂര്യനിൽ നിന്ന്, അത് തിരിച്ച് പ്രസരിച്ച് തിരിച്ചു പോയാൽ കുഴപ്പമില്ല. ഇല്ലാതെ എന്ത് ചെയ്യും? കുറച്ചിന് ഈ ഹരിതഗൃഹവാതകങ്ങൾ പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് കുറേ നേരം ഇവിടെ നിന്നിട്ട് വീണ്ടും അതിൽ നിന്ന് എന്ത് ചെയ്യും? ഭൂമിയിലോട്ട് തന്നെ വീണ്ടും റേഡിയേഷൻസ് വരും. അപ്പോൾ ഇവിടുത്തെ ചൂട് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഹരിതഗൃഹവാതകങ്ങൾ ഭൗമോപരിതലത്തിനടുത്ത് വെച്ച് സൂര്യപ്രകാശത്തിലെ താപോർജ്ജത്തെ ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് എന്തോന്ന് പറയുന്ന? ഹരിതഗൃഹ പ്രഭാവം. ആണ്? ഹരിതഗൃഹ വാതകങ്ങൾ ഭൗമോപരിതലത്തിനടുത്ത് വെച്ച് സൂര്യപ്രകാശത്തിലെ താപോർജ്ജത്തെ ആഗിരണം ചെയ്യുന്ന ആ പ്രക്രിയയാണ് എന്തോന്ന്? ഹരിതഗൃഹ പ്രഭാവം. ഇത്തരം വാതകങ്ങൾ ഒന്നും തന്നെ വളരെ ഉയർന്ന അളവിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടില്ല. എന്ത് ചെയ്യും? എന്നുവെച്ചാൽ കുറച്ചല്ലേ പിടിച്ചു വെച്ചിട്ട് വിടുകയുള്ളൂ. അപ്പോൾ കുറച്ചേ കാണുള്ളൂ. അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ കൂടിയ അളവിലുള്ളത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഹരിതഗൃഹവാതകം. ഹരിതഗൃഹ പ്രവാഹത്തിനും ആഗോളതാപനത്തിനും കാരണമാവുന്ന പ്രധാന വാതകം ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കും, ഇങ്ങനെ കുറേ വാതകം നിന്നിട്ടില്ല, ഏതൊക്കെയാണ് ഉള്ളത് എന്നൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. ഹരിതഗൃഹവാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ഇതിൻ്റെയൊക്കെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും താപനിലയും കൂടും. ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ സ്ഫടിക നിർമ്മിതികൾക്ക് കഴിയുന്നതിനാൽ ഇവ അറിയപ്പെടുന്ന എന്തുവാണ്? ഹരിതഗൃഹങ്ങൾ. അപ്പം ഈ തണുപ്പുള്ള സ്ഥലങ്ങൾ, നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, ചില സ്ഥലത്തൊക്കെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ റൂംസ് ഉണ്ടാക്കി വെച്ചിരിക്കണം. അതായത് അവിടുത്തെ ഭയങ്കര തണുപ്പായതുകൊണ്ട് എല്ലാ ചെടികളും അങ്ങനെ വളരണമെന്നില്ല. അപ്പം ചൂട് എന്ത് ചെയ്യും? അതിനകത്ത് പിടിച്ചു നിർത്തി
അവിടെ വളർത്തുമ്പം നന്നായിട്ട് വളരും. അങ്ങനെയുള്ളതൊക്കെ എന്തുവാണ്? ഗ്രീൻ ഹൗസിന് എക്സാമ്പിളാണ്, ഹരിതഗൃഹങ്ങളാണ്. അതായത് ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ചൂട് നിലനിർത്തുന്ന ആ ഒരു സെറ്റപ്പിനെയാണ് എന്തോന്ന് പറയുന്നത്? ഹരിത നിർമ്മിതികൾ അല്ലെങ്കിൽ ഹരിതഗൃഹങ്ങൾ, ഗ്രീൻ ഹൗസ് എന്ന് പറയും. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്തുവാണ്? സ്ഫടികമാണ്. ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ എന്തെന്ന് വിശേഷിപ്പിക്കും? ആഗോള താപനം. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപനിലയിലുണ്ടാകുന്ന വർധനവിനെ വിളിക്കുന്നത് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. ഇനി 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനിലയിൽ എത്ര വർധനവുണ്ടാക്കി? -0.4 ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധനവ് ഉണ്ടാക്കി. ഇനി ഹരിതഗൃഹ വാതകങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനെ എന്ത് ചെയ്യും? ബാധിക്കും. നമുക്ക് തന്നെ അറിയാമല്ലോ, മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും ഒത്തിരി ചൂട് ഇപ്പം കൂടുതലാണ്. അപ്പോൾ അത് ഈ ഹരിതഗൃഹ വാതകങ്ങളൊക്കെ കൂടി വരുന്നതുകൊണ്ടാണ്. ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? ജോസഫ് ഫോറിയർ ആണ്. ആരാണ്? ജോസഫ് ഫോറിയർ ആണ് ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത്. ജോസഫ് ഫോറിയർ. അടുത്ത് ഇതിന് ബേസ് ചെയ്ത് വന്നതാണ് എന്തോന്ന്? ക്യോട്ടോ പ്രോട്ടോകോൾ. നേരത്തെ പറഞ്ഞത് മോൺട്രിയൽ പ്രോട്ടോകോൾ. അത് എവിടെയാണ് നടന്നത്? വിയന്നയിൽ നടന്നതാണ്. എന്ന് നിലവിൽ വന്നു 89 ജനുവരി 1 നിലവിൽ. അപ്പോൾ അടുത്ത ക്യോട്ടോ പ്രോട്ടോകോൾ ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തോന്ന്? ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ക്യോട്ടോ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ വിളംബരം ചെയ്യപ്പെട്ട വർഷം 1997 ഡിസംബർ 11-നാണ്. അതായത് ഈ ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കാൻ വന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇത് എവിടെ വെച്ച് നടന്നു? ജപ്പാനിലെ ക്യോട്ടോയിൽ നടന്നു. 1997 നടന്നു. ഡേറ്റ് എന്നാണ്? ഡിസംബർ 11. ഇനി ഇത് നിലവിൽ വരും. ഈ പ്രോട്ടോകോൾ ആയതേ ഉള്ളൂ. അത് നിലവിൽ വന്നതെന്നാണ് 2005-ലാണ്. 97 ഇതൊക്കെ നടന്നെങ്കിലും നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16-നാണ് നിലവിൽ വന്നത്. ക്യോട്ടോ പ്രോട്ടോകോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങൾ എത്ര രാജ്യം അംഗീകരിച്ചു? ഇതിനെ 141 രാജ്യങ്ങൾ അംഗീകരിച്ചു. 2012ഓടെ ഹരിതഗൃഹ തോത് 1997 നിന്നും എത്ര കുറഞ്ഞു? 5% കുറയ്ക്കാൻ ആർക്ക് കഴിഞ്ഞു? ക്യോട്ടോ പ്രോട്ടോകോളിന് കഴിഞ്ഞു. പിന്നെ ഇത് ഇതിനു വേണ്ടി താക്കീത് കൊടുത്തു കുറേ രാജ്യങ്ങളിൽ. 35 രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തു? ഇത് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ അനുസരിച്ച് താക്കീത് കൊടുത്തു. അവരെ ഇത് ഉപയോഗം കൂടുതലാണെന്ന് കണ്ട് അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ നടന്നത് ജപ്പാനിലെ ക്യോട്ടോയിലാണ്. പിന്നെ വിളംബരം ചെയ്യപ്പെട്ടതെന്നാണ്? 97 ഡിസംബർ 11-നും നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16. എത്ര രാജ്യങ്ങൾ അംഗീകാരം നൽകി? 141 രാജ്യങ്ങൾ അംഗീകാരം നൽകി. പിന്നെ 2012 ആയപ്പോഴത്തേക്കും എത്രയുടെ കുറവ് വന്നു? 5% കുറയ്ക്കാൻ പറ്റി. ഇത്രയാണ് ആഗോള താപനം. അടുത്ത് വിവിധ തരം മലിനീകരണങ്ങൾ. സസ്യങ്ങൾ, ജന്തുക്കൾ, മനുഷ്യവർഗം എന്നിവയ്ക്ക് ദോഷമുണ്ടാകുന്ന തരത്തിൽ നമ്മുടെ ചുറ്റുപാടിലുണ്ടാകുന്ന അഭിലഷണീയമായ മാറ്റങ്ങളാണ് മലിനീകരണം അല്ലെങ്കിൽ പൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ എന്തെന്നറിയപ്പെടും? മലിനീകാരികൾ എന്നറിയപ്പെടും. അതായത് പ്ലാസ്റ്റിക് വസ്തു, രാസവസ്തു, ലോഹങ്ങൾ, ആണവ മാലിന്യങ്ങൾ എല്ലാം എന്തുവാണ്? മലിനീകാരികളാണ്. ഇന്ത്യയിൽ ദേശീയ മലിനീകരണ ദിനമായി ആചരിക്കുന്ന എന്നാണ്? ഡിസംബർ 2-ആണ്. ദേശീയ മലിനീകരണ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത് ഡിസംബർ 2-ആണ്. എയ്ഡ്സ് ദിനം. ഏത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ മലിനീകരണ ദിനം വന്നത്? 1984 ഭോപ്പാൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ത് കൊണ്ടുവന്നത്? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം കൊണ്ടുവന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ദിനമാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായത് എപ്പോഴാണ്? 74 സ്ഥാപിച്ചു. പക്ഷെ ദിനം കൊണ്ടുവന്നത് 84 ഭോപ്പാൽ ദുരന്തം കഴിഞ്ഞിട്ടാണ്. ഇനി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കും? ന്യൂഡൽഹിയിലാണ്. 74 നിലവിൽ വന്നു. ആസ്ഥാനം ന്യൂഡൽഹി. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കേരള സംസ്ഥാനത്ത്
എവിടെയായിരിക്കും? അല്ല, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അതും 74 തന്നെ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ ബോർഡ് സ്ഥാപിതമായത് കേരളത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംസ്ഥാന ലെവലിൽ വന്നത് എവിടെയാണ്? കേരളത്തിലാണ്. നമുക്ക് വിവിധതല മലിനീകരണം നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിക്കണേണ്. എന്തോന്നൊക്കെയാണ്? വായു മലിനീകരണം, ജലം, ശബ്ദം, മണ്ണ്, റേഡിയോ ആക്റ്റീവ് മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം. ഇനി അപ്പോൾ വായു മലിനീകരണം എന്തുവാണ്? ഹാനികാരങ്ങളായ പദാർത്ഥങ്ങൾ വായുവിലേക്ക് പുറന്തള്ളുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് എന്തോന്ന്? വായു മലിനീകരണം. ഇന്ത്യയിൽ വായു മലിനീകരണ നിയന്ത്രണ നിയമം വന്നത് 1981 വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത്. വാഹനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവ വായു മലിനീകരണത്തിനുള്ള പ്രധാന കാരണമാണ്. അതൊക്കെ നമുക്കറിയാം. വായുമലിനത്തിൻ്റെ പ്രധാന സ്രോതസ് എന്തുവാണ്? ഫോസിൽ ഇന്ധനം കത്തിക്കുന്നതും ഖനനവും വ്യവസായങ്ങളും കാരണമാണ് വായുമലിനീകരണം ഉണ്ടാകുന്നത്. ഊഹിക്കാമല്ലോ, ഇത് പെട്രോളും ഡീസലും ഒക്കെ കത്തുമ്പോൾ വരും, പിന്നെ ഖനനം നടത്തുമ്പോൾ വരും, പിന്നെന്തുവാണ്? വ്യവസായ ഫാക്ടറീസ് എന്നൊക്കെ ഉള്ള പുക. ഇനി വായു മലിനീകരണത്തിന് കാരണമായ പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണ് വാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും കാണും, കാർബൺ മോണോക്സൈഡും എന്തായാലും കാണും. അതിപ്പോൾ മറ്റേ വണ്ടിയിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് കൊണ്ട്. അടുത്ത് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളും. നഗരങ്ങളിൽ വായുമലിനീകരണം മൂലമുണ്ടാകുന്ന എന്തുവാണ്? പുകമഞ്ഞ്. നമ്മൾ ഡൽഹിയിലൊക്കെ കുറേ കേട്ട കാര്യമാണ്. എന്തുവാണ്? അവിടെ മഞ്ഞ് കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പുക പോലെ സ്മോഗ് കാരണം വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈവൻ നമ്പറുള്ള വണ്ടി ഓടിക്കാവൂ, അങ്ങനെയൊക്കെ ഉള്ള നിയമം വന്നില്ലേ? കാരണം അത്രയ്ക്ക് അവിടെ ബുദ്ധിമുട്ട് അവർ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ഈ പുകമഞ്ഞിനെ പറയുന്ന പേര് സ്മോഗ് എന്നാണ്. നഗരങ്ങളിൽ വായു മലിനീകരണം മൂലം ഉണ്ടാകുന്നതാണ് പുകമഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ്. ഇനി BS6 വാഹനങ്ങൾ. എന്താണ് BS6 വാഹനങ്ങൾ? വായു മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ വാഹനങ്ങളാണ് ഭാരത് സ്റ്റേജ് 6 വാഹനങ്ങൾ അല്ലെങ്കിൽ BS6 വാഹനങ്ങൾ. ഭാരത് സ്റ്റേജ് 6 വാഹനങ്ങൾ 2020 ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കാണ് BS6 മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ഇന്ത്യയിൽ നിർബന്ധമാക്കിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ നിയമമൊക്കെ വന്നില്ലേ, 15 വർഷത്തിൽ കൂടുതലായ വാഹനങ്ങൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ പൊളിച്ച് മാറ്റാനൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിയമം വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ BS6ൻ്റെ ഫുൾ ഫോം എന്തോന്നായിരുന്നു? ഭാരത് സ്റ്റേജ് 6 വാഹനങ്ങൾ. ഇത് ഏത് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്? 20 ഏപ്രിൽ 1 ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ. ഇനി IQ എയർ വിഷ്വലിൻ്റെ 2021 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നഗരം ഏതാണ്? ഫിവാടി, രാജസ്ഥാനിലെ ഫിവാടി. ഇത് 2021 കണക്കാണ്, ഇപ്പം മാറിക്കാണും, പുതിയത് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം അത് വിഷ്വലിൻ്റെ 2021 റിപ്പോർട്ട് പ്രകാരമാണ്. വർഷം തോറും ആയിരിക്കും. ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വായുമലിനമുള്ള തലസ്ഥാന നഗരം ഡൽഹി. അതിപ്പോഴും ഏകദേശം ഡൽഹി തന്നെയായിരിക്കും, എന്നാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അടുത്ത് ജലമലിനീകരണം എവിടെ ഉണ്ടാക്കാം? വ്യത്യസ്ത വഴികളിലൂടെ മാലിന്യങ്ങൾ ജലസ്രോതസ്സിൽ എത്തിച്ചേരുന്നതിനാണ് എന്തുണ്ടാവുന്നത്? ജലമലിനീകരണം. ജലമലിനീകരണത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ആരൊക്കെയാണ്? രോഗാണുകാരികൾ. അതായത് ഈ കോളൈ, ബാക്ടീരിയ പോലെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന മൂലം ഉണ്ടാവാം. ജൈവ മാലിന്യങ്ങളായ ഇല, പുല്ല്, ചവറുകളൊക്കെ കൊണ്ടിടുമ്പോൾ എന്തുണ്ടാവും? ജൈവ മാലിന്യങ്ങൾ വഴി ജലമലിനീകരണം ഉണ്ടാവും. രാസമാലിന്യം നമുക്കറിയാം, ഫാക്ടറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കാഡ്മിയം, മെർക്കുറിയൊക്കെ കൊണ്ടുവന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതും ഒന്നുണ്ടാവും, ജലമലിനീകരണം ഉണ്ടാവും. ഇന്ത്യൻ മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974. നേരത്തെ എന്തോ ആയിരുന്നു? 1981. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യം വന്നത്. ഇനി ഒരു നിശ്ചിത വ്യാപ്തം ജലത്തിലെ ജൈവ വസ്തുക്കൾ വിഘടിപ്പിക്കാൻ സൂക്ഷ്മാണുകൾക്ക് ആവശ്യമായി വരുന്ന ഓക്സിജന്റെ അളവ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ്. ഒരു നിശ്ചിത വ്യാപ്തം ജലത്തിലെ എന്തുവാണ്? ജൈവ വസ്തുക്കളെ ഘടിപ്പിക്കാൻ സൂക്ഷ്മാണുകൾക്ക് ആവശ്യമാകുന്ന ഓക്സിജന്റെ അളവ്. അതായത് നമ്മൾ കൂടുതൽ മാലിന്യം ജലത്തിലിടുമ്പോഴത്തേക്ക് അതിനെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട്
ബാക്ടീരിയകളൊക്കെ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഓക്സിജനെ എടുക്കും കൂടുതൽ. അപ്പോൾ ഓക്സിജൻ അളവിന് എന്തോന്ന് വിളിക്കും, ജൈവരാസ ഓക്സിജൻ ആവശ്യകത അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD COD എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ BOD എന്ന് പറയുന്നത് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്, ജൈവരാസ ഓക്സിജൻ ആവശ്യകത. അതായത് ഒരു നിശ്ചിത വാട്ടം ജലത്തിലെ ജൈവ വസ്തുക്കളെ നശിപ്പിക്കാൻ സൂക്ഷ്മാണുകൾക്ക് ആവശ്യമായ ഓക്സിജൻ്റെ അളവാണ് എന്തോന്ന്, BOD എന്ന് പറയുന്നത്. ശുദ്ധജലത്തിൻ്റെ BOD മൂല്യം എത്രയായിരിക്കും, എപ്പോഴും 5 ppm താഴെ, അതായത് പാർട്സ് പെർ മില്യൺ. 1 മില്യൺ പാർട്ട് എടുത്താൽ അതിൽ 5 എന്ന് പറയുന്നത് അത്രയും ഇതിൽ താഴെ 5 ppm താഴെയാണ് എന്തോന്ന്, ശുദ്ധജലത്തിൻ്റെ BOD. മലിനജലത്തിൻ്റെ BOD മൂല്യം എപ്പോഴും 17 ppm കൂടുതലായിരിക്കും. ശുദ്ധമാണെങ്കിൽ 5 കുറവും, മലിനജലമാണെങ്കിൽ 17 കൂടുതലുമായിരിക്കും. പോഷക സമൃദ്ധമായ ജലാശയങ്ങൾ ഇടതൂർന്ന സസ്യ വളർച്ചയ്ക്ക് കാരണമാവുകയും അതുവഴി ഉണ്ടാകുന്ന ഓക്സിജൻ ദൗർലഭ്യം ജീവികളെ കൊല്ലുകയും തൽഫലമായി ജൈവ വൈവിധ്യം നഷ്ടമാകുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് എന്തോന്ന്, യൂട്രോഫിക്കേഷൻ. നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുവാണ്, ഒരു കുളം നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പം അതിൽ ചെടികൾ വളർന്നു വരെയും പിന്നെ എന്ത് ചെയ്യും, അത് സ്വാഭാവികമായിട്ടും കുളം എന്നുള്ള അവസ്ഥ മാറി ഒരു എന്തുവാണ് നിലം പോലെ അങ്ങനെയൊക്കെ ആയി കുറേ ചെടികളുള്ള ഒരു സ്ഥലം മാത്രമായിട്ടാണ് അതുപോലെയൊക്കെ ആയി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതാണ് പറയണം, പോഷക സമൃദ്ധമായ ജലാശയങ്ങൾ എന്ത് ചെയ്യും, ഇടതൂർന്ന് സസ്യങ്ങൾ വളരുകയും അതുവഴി ഉണ്ടാകുന്ന ഓക്സിജൻ ദൗർലഭ്യമായ അതിലുള്ള ജീവികളൊക്കെ എന്ത് ചെയ്യും, നശിച്ചു പോവും. അത് കഴിഞ്ഞ് ജൈവ വൈവിധ്യത നഷ്ടപ്പെട്ട് അതെന്ത് സംഭവിക്കും, ആ നഷ്ടപ്പെടുന്ന ആ പ്രതിഭാസത്തിനാണ് യൂട്രോഫിക്കേഷൻ അല്ലെങ്കിൽ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ തന്നെ. അടുത്ത അമ്ലമഴയും താജ്മഹലും നമുക്കറിയാവുന്ന കേട്ടിട്ടുള്ളതാണ്. താജ്മഹൽ നല്ല വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇപ്പൊ എന്തുണ്ടായി, ഒരു മഞ്ഞിച്ച കളർ ഉണ്ടായി. രാജസ്ഥാനിലെ ഏതോ ഒരു മാർബിൾ കൊണ്ടല്ലേ നിർമ്മിച്ച, അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ അമ്ല സ്വഭാവമുള്ള നൈട്രജന്റെയും സൾഫറിന്റെയും സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്ന മൂലം ഉണ്ടാകുന്നതാണ് അമ്ലമഴ. എന്ത് ചെയ്യും, അന്തരീക്ഷ മലിനീകരണം കാരണം ഈ വാതകങ്ങളൊക്കെ എവിടെ ഉണ്ട്, നമ്മൾ പറഞ്ഞു നേരത്തെ എന്തോന്നാണ്, സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡൊക്കെ ഉണ്ടെന്ന്. ഇത് മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ മഴവെള്ളത്തിൽ അലിഞ്ഞ് ആസിഡായിട്ട് എന്ത് ചെയ്യും, വീഴും, മഴയിൽ കൂടെ വീഴും. അതാണ് അമ്ലമഴ. താജ്മഹലിൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര നഗരത്തിന് ചുറ്റും ധാരാളം വ്യവസായശാലകളും വൈദ്യുത നിലയങ്ങളും ഉള്ളതിനാൽ വായുവിൽ ഉയർന്ന അളവിൽ സൾഫറും നൈട്രജൻ ഓക്സൈഡുകളും അടങ്ങിയിരിക്കുന്നു. അവിടെ എന്തുണ്ട്, താജ്മഹലിൻ്റെ ചുറ്റും ഒരുപാട് ഫാക്ടറീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഈ അന്തരീക്ഷത്തിൽ എന്തൊക്കെ കൂടുതലുണ്ടായിരിക്കും, സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ ഉണ്ടായിരിക്കും. അത് എന്ത് ചെയ്യും, അതുകൊണ്ട് അമ്ലമഴ താജ്മഹലിലെ മാർബിളുമായി പ്രവർത്തിച്ച് അതിനെ നശിപ്പിക്കുന്നു. മാർബിൾ നാച്ചുറലി ഉള്ള ഒരു സാധനമല്ലേ, അപ്പോൾ അതിൽ എന്ത് വീഴും, ആസിഡ് വീഴുമ്പോഴത്തേക്കും അത് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യും, അതിൻ്റെ കളറൊക്കെ മഞ്ഞ കളറൊക്കെ ആയിട്ട് മാറും. ഇതിൻ്റെ നാശം തടഞ്ഞ് വ്യവസായ സ്ഥാപനങ്ങളിലെ വിഷവാതകങ്ങളുടെ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിന് ഭാരത സർക്കാർ കർമ്മ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. എന്നാണ് 1995 മുതൽ ഇതിനെയൊക്കെ കുറയ്ക്കണം, ഈ വാതകങ്ങളുടെ അളവ് കുറയ്ക്കണം, അങ്ങനെ താജ്മഹലിനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും എന്തുണ്ട്, അവിടെ ഇതിൻ്റെയൊക്കെ കാരണം കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ശബ്ദമലിനീകരണം. മനുഷ്യൻ, വന്യജീവി, പരിസ്ഥിതി നിലവാരം എന്നീ ദോഷകരമായി ബാധിക്കുന്ന അനാവശ്യമായ അല്ലെങ്കിൽ അമിതമായ ശബ്ദം മൂലമാണ് എന്തുണ്ടാവുന്നത്, ശബ്ദമലിനീകരണം ഉണ്ടാവുന്നത്. കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, ഗതാഗതവും വ്യവസായവും ഒക്കെ ആയിരിക്കും മലിനീകരണം ഉണ്ടാവാനുള്ള സാധ്യത. നോക്കാം. അന്താരാഷ്ട്ര ശബ്ദ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്ന എന്നാണ് ശബ്ദ ബോധവൽക്കരണ ദിനം. ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. എല്ലാ പ്രാവശ്യം എന്തായിട്ട് ആചരിക്കും, ശബ്ദ ബോധവൽക്കരണ ദിനം. അടുത്ത് ശബ്ദമലിനീകരണത്തിന്റെ റെഗുലേഷനും കൺട്രോളും നിയമം നിലവിൽ വന്നതെന്നാണ് 2000-ലാണ് എന്ത് ചെയ്തത്, ശബ്ദമലിനീകരണം നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 2000. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ശബ്ദ പരിധിയുണ്ട്. നിശബ്ദ മേഖല എന്ന് പറഞ്ഞാൽ പകല് 50 ഡെസിബലിനും രാത്രി 40 ഡെസിബലും. പിന്നെ പാർപ്പിട മേഖലയിൽ എന്താണ്, ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ 55 ഡെസിബൽ വരെ പകലും
45 ഡെസിബൽ വരെ രാത്രി. വാണിജ്യ മേഖലയിലാണെങ്കിൽ കുറച്ചുകൂടെ സൗണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ 65 ഡെസിബൽ പകലും രാത്രി 55 ഡെസിബൽ വരെയും എന്ത് ചെയ്യാം അനുവദിച്ചിട്ടുള്ള ശബ്ദപരിധി അതാണ്. അടുത്ത വ്യാപാര മേഖലയിൽ കുറച്ചുകൂടെ കൂടുതലാകാം, അത് 75 ഡെസിബൽ വരെ പകലും 70 ഡെസിബൽ വരെ രാത്രി. ഇനി ആശുപത്രി പരിസരങ്ങളിൽ എത്രയേ പാടുള്ളൂ? 40 ഡെസിബൽ വരെ പാടുള്ളൂ. രാത്രി ശബ്ദം ഇല്ലാതിരിക്കണേണ് നല്ലത്. പകല് 40 ഡെസിബൽ വരെ പാടുള്ളൂ. അങ്ങനെ വിചാരിച്ചാലും മതി, ശബ്ദമല്ലേ. അടുത്ത് മണ്ണ് മലിനീകരണം, വനനശീകരണം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനം, പ്ലാസ്റ്റിക് ഉപയോഗം തുടങ്ങിയവ മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലം മണ്ണ് എന്താവും? മലിനമാവും. മണ്ണ് മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രകൃതിയിൽ ജൈവപരമായ ജീർണ പ്രക്രിയയിലേക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലെ. പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലിട്ട് നമുക്കറിയാം, കുറേ വർഷം കഴിഞ്ഞ് കുഴിച്ചു നോക്കിയാലും അവിടെ തന്നെ കാണും. പിന്നെ മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ സ്വാഭാവികമായിട്ടൊരു ടെക്സ്ചറുണ്ട്, അതെല്ലാം മാറി എന്ത് ചെയ്യും? മണ്ണ് തന്നെ ഫുള്ളായിട്ട് മാറും. പിന്നെ അതിൽ രാസവളം ഉപയോഗിച്ചാൽ മാത്രമേ ഉപയോഗമുള്ള പോലത്തെ അവസ്ഥയിലെത്തും. പിന്നെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ, ഖനന പ്രവർത്തനങ്ങൾ. ഇപ്പം നമുക്കറിയാം ഉരുൾപൊട്ടൽ ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്തുവാണ്? അവിടെ ഒന്നും വീടുകളും ഇതൊക്കെ കുഴിച്ചെടുത്ത് അങ്ങനത്തെ രീതിയിലൊന്നും നിർമ്മിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയൊക്കെ നിർമ്മിച്ചതുകൊണ്ട് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലെല്ലാം വ്യതിചലിച്ചുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? അങ്ങനെ എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഇതില്ലേ, സ്റ്റേബിളായിട്ട് ഇരിക്കണതാണ്. അത് നമ്മൾ തകർക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയാണ് എന്ത് പറ്റിയത്? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. കൃഷിഭൂമി വയലൊക്കെ നികത്തി വീടൊക്കെ വയ്ക്കൂല, അതൊക്കെ. വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുന്നത്. അമിതമായ കന്നുകാലി മേച്ചിൽ അതും സംഭവിക്കാവുന്നതാണ്. അമിതമായിട്ടാണ്. നമ്മളെ സ്വാഭാവികമായിട്ട് ഒരു പശുവിനെ കൊണ്ട് കെട്ടണമല്ല, ഓവറായിട്ട് മണ്ണ് മലിനീകരണം തടയാനും മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന ഡിസംബർ 5 ലോക മണ്ണ് ദിനം. മണ്ണ് വർഷം 2010 അടുത്ത് ഈ വേസ്റ്റ്. ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപഭോഗ ഭാഗങ്ങളും ചേർന്ന് പറയണേണെന്ന് തോന്നുന്നു ഈ വേസ്റ്റ്. നമുക്കറിയാം, നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ ഒരു 5 ഫോണെങ്കിലും ചിലപ്പോൾ എടുത്ത് കാണും. ഒരു 30 വയസ്സുള്ള ആള്, 30 വയസ്സ് വരെയുള്ള ഒരാൾ ഒരു 5 ഫോണെങ്കിലും ഉപയോഗിച്ചു, കൂടുതൽ ഉപയോഗിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. അപ്പം എന്ത് ചെയ്യും? അവർ കൊണ്ടുവന്ന് കളയുമ്പോഴത്തേക്ക് അത് പിന്നെ ഉപയോഗമില്ല. അപ്പം അത് ഈ വേസ്റ്റാണ്. അതുപോലെ കമ്പ്യൂട്ടർ സാധനങ്ങൾ 15 മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് 2015. അപ്പോൾ അതാണ് ഈ വേസ്റ്റ്. മൊബൈൽ ഫോണ്, TV, കമ്പ്യൂട്ടർ, ഇതെല്ലാം നമ്മൾ പുതിയ TV വരുമ്പോൾ എന്ത് ചെയ്യും? പണ്ടത്തെ ബാക്കിൽ ഇതൊക്കെ ഉള്ള പിക്ചർ ട്യൂബൊക്കെ ഉള്ള TV കളഞ്ഞില്ലേ? അത് ആക്രിക്കടയിൽ കൂട്ടിയിട്ടേക്കണ കാണാമല്ലോ. അതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഈ വേസ്റ്റിന് എക്സാമ്പിളാണ്. ഇനി UN ഗ്ലോബൽ ഈ വേസ്റ്റ് മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഈ വേസ്റ്റൊക്കെ പുറത്തുള്ള രാജ്യം ഏതായിരിക്കും? ചൈന ആയിരിക്കും. പിന്നെന്തുവാണ്? നമ്മൾ ഇന്ത്യയിൽ ആദ്യം ഈ മാലിന്യ ക്ലിനിക്ക് ഉണ്ട്. ഈ മാലിന്യ ക്ലിനിക്ക് ഏതാണ്? ഭോപ്പാലിലാണ് ഇന്ത്യയിലെ ആദ്യ ഈ മാലിന്യ ക്ലിനിക്ക് ഉള്ളത്. അതുപോലെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്നത്? ബംഗളൂരുവിലാണ്. ഇപ്പം വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് ബാംഗ്ലൂരും. ഈ മാലിന്യ ക്ലിനിക്ക് എവിടെയാണ്? ഭോപ്പാലിലുമാണ്. ഇതൊക്കെയാണ് ആഗോള പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. ആഗോള പ്രശ്നങ്ങളിൽ നമ്മൾ പറഞ്ഞത് ഓസോൺ സുഷിരം, ആഗോള താപനം, വിവിധ തലം പ്രോട്ടോകോള്, പിന്നെ വിവിധ തലം മലിനീകരണം. ഓക്കെ.